പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, ചെറുത്തൂരിൻ്റെയും നീലേശ്വരത്തിൻ്റെയും ഇടയിലുള്ള വീരമലക്കുന്ന് ഇടിഞ്ഞു വീണ് ഭാഗ്യം കൊണ്ട് മാത്രം 2 കാറിലുള്ള ആൾക്കാർ രക്ഷപ്പെട്ട ഒരു വാർത്തയും കാര്യങ്ങളും വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ റോഡിനും വേണ്ടി ആ വെട്ടിയെടുത്തത് തന്നെ വളരെയേറെ അശാസ്ത്രീയപരമായിട്ടാണ്, ഒരു സംശയമില്ല. അത്ര വലിയ മലയൊക്കെ എടുക്കുമ്പോൾ അത് ആ രീതിയിലാണ് എടുക്കേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുമായിരുന്നു. ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി കേരളത്തിൽ വന്നിട്ട് ആരോടോ ചോദിച്ചിട്ട് ഇങ്ങനെ മലയൊക്കെ തുരന്നിട്ടാ കാസർഗോട്ടുകാർക്ക് വമ്പിച്ച നഷ്ടവും അതുപോലെ തന്നെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. ഇതൊക്കെ പറയാനും ചോദിക്കാനും ആളില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണം, വെറും റോഡ് ഉണ്ടാക്കി പോയാൽ മാത്രം പോരാ, നമുക്ക് നമ്മുടെ ജീവിതവും വേണം, ജീവന് വിലയും വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മഴയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കേരളത്തിൽ 6 മാസമാണ് നമുക്ക് കിട്ടുന്നുള്ള മഴ. ഈ 6 മാസത്തെ മഴ ഒരു മലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ, അതും കാലം പൊട്ടിച്ച ഒരു മഴയൊക്കെ വീണ് കഴിഞ്ഞാൽ ആ മല നിൽക്കില്ല. കോമൺ സെൻസിലുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നുള്ളത്, ആ ഒരു മലൻ്റെ സ്ഥിതിയെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആ 2 കാറിലുള്ള ആൾക്കാർ നമുക്ക് വളരെയേറെ പാഠം നൽകുന്ന ഒരു സംഭവമാണ്. ആ ഒരു സമയത്ത് ആ 2 കാറേ ഉണ്ടായിട്ടുള്ളതാണ് തോന്നുന്നുള്ളത്. പിന്നെ കുറച്ച് ബാക്കിലായിരുന്നു ബാക്കിയൊക്കെ ഉണ്ടായിരുന്നുള്ളത്. വേറെയും അതുപോലെ ഒരു സംഭവം നമുക്കുണ്ട് കാസർഗോഡ്. എവിടെയെന്ന് പറഞ്ഞാൽ പഴയ ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ ചെമ്മനാട് പാലം വരെയുള്ള ആ ഒരു ഏരിയയിൽ ഇരുഭാഗങ്ങളിൽ മലയാണ്, മനസ്സിലായില്ലേ? ആ മല ഒരു സൂചന നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഒരു ഭാഗത്ത് പൊട്ടി വീണു, ഇനിയും വീഴാനിങ്ങനെ നിൽക്കുകയാണ് ആ പാലം. ആ വഴി വരുന്ന ഒരു മിനിറ്റിൽ തന്നെ 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഏരിയ ആണത്. പേടിച്ചിട്ടാണ് ആ വഴി പോകുന്നുള്ളത് ആൾക്കാരൊക്കെ. റോഡിനെ പറ്റി പറയാതിക്കലാണ് നല്ലത്. കാരണം ഞാൻ പറയുന്നത് ആളക്കൊല്ലി റോഡ് എന്നാണ്. ഇത്രയും പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീണ ഒരു റോഡ് കാസർഗോഡ് ജില്ലയിലില്ല. അത്രയും വൃത്തികെട്ട റോഡാണ് KSDP കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന അതല്ല, അതിനേക്കാളും വലിയ ഡേഞ്ചറാണ് ഈ 2 മല. ഇത് ഇങ്ങനെ നിന്നിട്ടുണ്ട്, അത് ഓരോ ഭാഗങ്ങളിൽ പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയ ഭാഗങ്ങളിൽ മണ്ണെടുത്തിട്ട് അവിടെ PWയുടെ അപകട മേഖല എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കാണാം. ഈ അപകട മേഖല എന്ന് എഴുതുന്നല്ല വേണ്ടേ, അവിടെ വേണ്ട ജനങ്ങൾക്കുള്ള സുരക്ഷയാണ്. PWയുടെ സുരക്ഷയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ബോർഡ് വെച്ചിട്ട് ഇത് അപകട മേഖല എന്ന് പറഞ്ഞിട്ട് പോക്കല്ല വേണ്ടത്. അപ്പോൾ ആ 2 മലനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നല്ല 2 വാള് കെട്ടണം. വാള് കെട്ടിക്കഴിഞ്ഞാലേ ഒരു ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് സഞ്ചരിക്കാൻ യാത്രക്കാർക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡ് PWD അതിൻ്റെ മുകളിൽ തന്നെയാണ് ഓഫീസ്. ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് താഴെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്കത് വരുമ്പോൾ തന്നെ പേടി വരും. അത് അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ മലയുടെ 2 ഭാഗങ്ങളുള്ള മലയിൽ മരങ്ങളും അതുപോലെ തന്നെ ചെടികളുമായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതും ഡേഞ്ചറാണ്. അതിൻ്റെ മരങ്ങൾ മാത്രമല്ല പോകുന്നത്, അതിൻ്റെ അപ്പുറം മണ്ണും പോവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ വലിയൊരു ഡേഞ്ചറുമാണ് മുമ്പിൽ, നമ്മൾക്ക് അപകടമാണ് നമ്മളെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ PW ഏറ്റവും പെട്ടെന്ന് ജനങ്ങളുടെ സുരക്ഷയാണ് നമുക്ക് പ്രാധാന്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് അധികാരികളും അതുപോലെ തന്നെ അതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഏറ്റവും പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.